ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ രാജിവെച്ച് ഒരു ദിവസം പിന്നിട്ടു. എങ്കിലും പുതിയ മുഖ്യമന്ത്രിയെ വിളിക്കാൻ ബി.ജെ.പിയുടെ ഏജന്റ് കൂടിയായ ഗവർണർ തയ്യാറായിട്ടില്ല എന്നതാണ് ആശങ്കപ്പെടുത്തുന്നത്. പുതിയ മുഖ്യമന്ത്രിയായി ജെ.എം.എം മുന്നോട്ട് വച്ച ചെമ്പായ് സോറനെ സർക്കാർ രൂപീകരണത്തിന് ഗവർണർ ഇതുവരെ വിളിച്ചിട്ടില്ല. അങ്ങനെ സമയം നീണ്ടുപോകുന്നതോടെ ബി.ജെ.പിയുടെ പച്ചയായ കുതിരക്കച്ചവടത്തിന് മറ്റൊരു സംസ്ഥാനം കൂടി ഇവിടെ തയ്യാറെടുക്കുകയാണ്. ജെ.എം.എം കോൺഗ്രസ് സഖ്യമാണ് ജാർഖണ്ഡ് ഭരിക്കുന്നത്, എല്ലാവർക്കും അറിയാം. ആകെയുള്ള 81 അംഗ നിയമസഭയിൽ ജെ.എം.എമ്മിൻ്റെ 29ഉം കോൺഗ്രസിൻ്റെ 17ഉം മറ്റു 2 സീറ്റുകളും ചേർന്ന് 48 സീറ്റുകളുടെ പിൻബലമുണ്ട് ഭരിക്കുന്ന പാർട്ടിക്ക്. ബി.ജെ.പി സഖ്യത്തിന് 33 പേരുടെ പിന്തുണയാണ് ഉള്ളത്. ജെ.എം.എമ്മിൻ്റെ അനിഷേധ്യനായ നേതാവ് എന്നുള്ള നിലയ്ക്ക് മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഉള്ളിലാക്കി മറ്റു ചില എം.എൽ.എമാരെ കച്ചവടം നടത്താനാണ് ബി.ജെ.പിയുടെ പദ്ധതി എന്നാണ് അറിയുന്നത്. ബീഹാറിൽ നമുക്കറിയാം, സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടി തിരക്ക് കൂട്ടിയ ബി.ജെ.പിക്കും ഗവർണർക്കും തൊട്ടടുത്ത ജാർഖണ്ഡിൽ അത് ഇല്ല എന്നതാണ് കോൺഗ്രസ് ഇപ്പോൾ പരിഹസിച്ചത്. രാജ്ഭവന്റെ ക്ഷണത്തിനായി കാത്തിരിക്കുകയാണ് കോൺഗ്രസ് ജെ.എം.എം സർക്കാർ. ഹേമന്ത് സോറൻ ഇന്നലെ രാജിവെച്ചതിന് പിന്നാലെ ചെമ്പായ് സോറനെ നിയമസഭാ കക്ഷി നേതാവായി ജെ.എം.എം എം.എൽ.എമാർ തെരഞ്ഞെടുത്തിരുന്നു. പുതിയ സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ചെമ്പായ് സോറൻ ഇന്നലെ തന്നെ ഗവർണറായ C.P. രാധാകൃഷ്ണനെ പോയി കാണുകയും ചെയ്തിരുന്നു. പക്ഷെ ഒരനക്കവുമില്ല. ഇതെല്ലാം ബി.ജെ.പിയുടെ അട്ടിമറി നീക്കം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണെന്നും ചാക്കിട്ടുപിടുത്തം ആരംഭിച്ചു കഴിഞ്ഞുവെന്നും ഭരണപക്ഷം ഉറപ്പിച്ചിരിക്കുകയാണ്. അതോടെയാണ് കോൺഗ്രസിൻ്റെ പുതിയ കരുത്തനായ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഇടപെടുന്നത്. ജെ.എം.എം കോൺഗ്രസ് മുന്നണിയിലെ എല്ലാ എം.എൽ.എമാരെയും തെലങ്കാനയിലെ ഹൈദരാബാദിലേക്ക് മാറ്റാനാണ് ഇപ്പോഴത്തെ നീക്കം. ഇതിനായി 2 ചാർട്ടേഡ് വിമാനങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ബി.ജെ.പിയുടെ എല്ലാ നീക്കങ്ങളെയും തകർക്കാൻ കഴിയുന്ന 2 നേതാക്കളാണ് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും കർണാടക ഉപമുഖ്യമന്ത്രി D.K. ശിവകുമാറും. ഇത് രേവന്ത് റെഡ്ഡി ഏറ്റെടുത്തതോടെ ജാർഖണ്ഡിലെ ബി.ജെ.പി നീക്കങ്ങൾ പാളുമെന്ന് ഉറപ്പായിരിക്കുന്നു. ജെ.എം.എമ്മിൻ്റെ പല എം.എൽ.എമാർക്കും സാമ്പത്തിക വാഗ്ദാനങ്ങൾക്കപ്പുറം മന്ത്രി പദവിയും വാഗ്ദാനം ചെയ്തതായാണ് അറിയുന്നത്. അതിന് യാതൊരു സംശയവും വേണ്ട. 10-15 എം.എൽ.എമാരെയാണ് ബി.ജെ.പിക്ക് കച്ചവടം നടത്തേണ്ടത് എന്നുള്ളത് കൊണ്ട് അതിനവർ ഏതറ്റം വരെയും പോകും. ഏത് വൃത്തികെട്ട കളിയും ബി.ജെ.പി കളിക്കും. അതിനെല്ലാം മറുപടി നൽകി പുതിയ മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യിക്കാനാണ് ജെ.എം.എം കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ചടുലമായ നീക്കം. ബി.ജെ.പിയുടെ കേന്ദ്രഭരണവും ഗവർണർ പദവിയും ഉപയോഗിച്ച് അധികാര ദുർവിനിയോഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജാർഖണ്ഡിൽ. പക്ഷെ ജാർഖണ്ഡിലെ ജനങ്ങൾക്ക് മുഖ്യമന്ത്രി ഇല്ലാതെ 24 മണിക്കൂർ പിന്നിടുകയാണ്. കുതിരക്കച്ചവട നീക്കത്തിൽ ബി.ജെ.പി പരാജയപ്പെട്ടാൽ ചെമ്പായ് സോറൻ ഇന്ന് തന്നെ മുഖ്യമന്ത്രിയാകും. മറിച്ചാണെങ്കിൽ ജാർഖണ്ഡിലെ ജനാധിപത്യം റിസോർട്ടിൽ കുഴിച്ചുമൂടും. ഏതായാലും ചെറിയൊരാശ്വാസം, രേവന്ത് റെഡ്ഡിയുടെ തെലങ്കാനയിലേക്ക് പോകുന്നത് ജനാധിപത്യത്തെ വീണ്ടെടുക്കാൻ തന്നെയാണെന്ന ഉറച്ച വിശ്വാസം തന്നെയാണ്.